സംഖ്യാപുസ്തകം 11:17. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറേയെടുത്ത് അവരുടെ മേൽ പകരും. മിസ്രയീമിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചപ്പോൾ മോശയെ ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചു. അമ്മയുടെ ഉദരം മുതൽ കാത്തു. ശത്രു ചെറുപ്പത്തിലേ തകർത്തു കളയുവാൻ നോക്കി, എങ്കിലും ദൈവം പൂർണ്ണ സംരക്ഷണം നൽകി വളർത്തി. തക്ക സമയത്ത് ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് വിളിച്ചടുപ്പിച്ചു. 6 ലക്ഷം കാലാളിനെയാണ് മോശ എന്ന വ്യക്തി നിയന്ത്രിച്ച് നടത്തിയത്. ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പിന് മുൻപിൽ മോശ തനിക്ക് തന്നെ ഇത് വഹിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞതാണ്, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറേയെടുത്ത് നീ തിരഞ്ഞെടുക്കുന്ന 70 പുരുഷന്മാരുടെ മേൽ പകരുമെന്ന്. മോശയുടെ മേൽ പകർന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി മുഖാന്തരമാണ് മോശ ഈ ദൈവീക പദ്ധതിയിൽ അത്ഭുതകരമായി പ്രയോജനപ്പെട്ടത്. 6 ലക്ഷം ജനത്തെ നിയന്ത്രിച്ച് നയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത്രയും വലിയ ഒരു പ്രവൃത്തി ലോകമിന്നും വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടതുമൊക്കെ ഈ ആത്മാവിൻ്റെ പകർച്ചയിൽ മോശ പ്രയോജനപ്പെട്ടതുകൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10:44, 11:15 പത്രോസ് ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നാം വായിക്കുന്നു. ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവം വലിയവ നമ്മിലും നമ്മിലൂടെയും ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. നമുക്ക് ചിന്തിക്കുവാൻ പറ്റുന്നതിലും അപ്പുറമായി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. എന്നാൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം ആത്മസ്വഭാവമുള്ളവരായി മാറുന്നു. റോമർ 8:9 ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ നിത്യം ആത്മസ്വഭാവത്തിന് അനുരൂപരാക്കുന്ന ആത്മാവ്, അത് അതിപ്രാധാന്യമർഹിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്ന് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നാം വായിക്കുന്നു. മോശയുടെ മേൽ പകർന്ന ആത്മാവ് കൊണ്ട് മോശ ആ വലിയ കാര്യങ്ങളെ ചെയ്തു. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിനാൽ നാം ആത്മമനുഷ്യരായി ജീവിക്കുവാൻ ഇടയാകുന്നു. ഈ ആത്മാവിൻ്റെ നിറവിനായി നമുക്ക് നിത്യം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾക്കായി നൽകിയ അങ്ങയുടെ ആത്മാവിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.